വലതുപക്ഷ ഫയർ ബ്രാൻഡ് എന്ന് പരക്കെ അറിയപ്പെടുന്ന ഡച്ച് ഫ്രീഡം പാർട്ടി നേതാവായ ഗിൽട്ട് വൈൽഡേഴ്സ് തെരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വലമായ വിജയം ഇടത് ഇസ്ലാമിക ചേരികളെ ശക്തമായി വിറകൊള്ളിച്ചിരിക്കുകയാണ്. ഡച്ച് പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വെൽഡേഴ്സും അദ്ദേഹത്തിന്റെ ഫ്രീഡം പാർട്ടിയും എല്ലാ പ്രവചനങ്ങളെയും മറികടന്നാണ് ആധികാരികമായ വിജയം നേടിയത്. ഇസ്ലാമിക തീവ്രവാദം നിമിത്തം മനമെടുത്ത് ഗിൽഡേഴ്സിന്റെ ഫ്രീഡം പാർട്ടിയുടെ നയങ്ങളും നിലപാടുകളും ഇസ്ലാമിക തീവ്രവാദത്തിന് എതിര് ആയതുകൊണ്ട് ഇസ്ലാം വിരുദ്ധ പാർട്ടി എന്ന ലേബലിലാണ് അവർക്ക് നൽകപ്പെട്ടിരുന്നത്. നെതർലാൻഡ്സ് എന്നും ഡച്ച് എന്നുമൊക്കെ അറിയപ്പെടുന്ന ആ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഫ്രീഡം പാർട്ടി നേടിയ ആധികാരികമായ വിജയം ഇസ്ലാമിക തീവ്രവാദം മടുത്ത ഡച്ച് ജനത്തിന്റെ ക്രിയാത്മകമായ പ്രതികരണം കൂടെയാണ്. ആശ്ചര്യകരമായ വിജയത്തിന് ശേഷം എല്ലാ ഡച്ചുകാരുടെയും പ്രധാനമന്ത്രിയാകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് വൈൽഡേഴ്സ് പറഞ്ഞു. നെതർലാൻഡ്സിൽ മുസ്ലിം പള്ളികളും ഖുറാനും നിരോധിക്കണമെന്ന് മുൻപ് പരസ്യമായി അവകാശപ്പെടുകയും കോടതികളെയും യൂറോപ്യൻ യൂണിയനെയും ഒക്കെ പരസ്യമായി വിമർശിക്കുകയും ചെയ്ത തീവ്ര വലതുപക്ഷ പോപ്പുലിസ്റ്റായ ഗിൽട്ട് വൈൽഡേഴ്സിന്റെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ നെതർലാൻഡ്സിലെ സാധാരണക്കാർ തയ്യാറായത് തന്നെ മത തീവ്രവാദ നിലപാടുകളെ എത്രത്തോളം ജനങ്ങൾ വെറുക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. I have a message for all those Muslims in the Netherlands who do not respect our freedom, our democracy, and our core values. Those who consider the rules of the Quran more important than our secular laws, and there are many of them. 700,000 is revealed in the study by Professor Koopmans. And my message to them is get lost. Depart to an Islamic country, then you can enjoy Islamic rules. Those are their rules, but not ours. നെതർലാൻഡ്സ് പോലെയുള്ള ക്രൈസ്തവ രാജ്യങ്ങളിൽ മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരെ കൂടെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടാണ് ഇസ്ലാമിക തീവ്രവാദം സൃഷ്ടിച്ച പ്രത്യാഘാതത്തിൽ ഡച്ച് മുസ്ലിമുകൾ പോലും ആശങ്കയിലാകുന്നത്. 18 ദശലക്ഷം ജനസംഖ്യയുള്ള ഡച്ച് ജനസംഖ്യയുടെ 5% മുസ്ലിങ്ങളാണ്. സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രി മാർക്ക് റൂട്ടയുടെ യാഥാസ്ഥിതിക പാർട്ടിയും മികച്ച വിജയത്തോടെ മുന്നിലാണ്. സമാധാനപരമായി സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ വിവേകബുദ്ധിയോടെ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചതിനെ നോക്കി ജനം മുഴുവൻ ഫ്രീഡം പാർട്ടിക്കൊപ്പം നിന്നത് തങ്ങളെ ഞെട്ടിച്ചുവെന്നും ഇത് തികച്ചും അപ്രതീക്ഷിതമാണെന്നും നെതർലാൻഡ്സിലെ നിയമവാഴ്ചയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായ പരിപാടിയാണെന്നുമായിരുന്നു മുസ്ലിം സംഘടനയായ CMOയുടെ പ്രതികരണം. കടുത്ത ദേശീയതാ നിലപാടുകളുള്ള വൈൽഡേഴ്സ് ഡച്ച് ജനതയുടെ വികാരങ്ങളെ മാനിച്ച് നിലപാടെടുക്കുമ്പോൾ അദ്ദേഹം മോസ്കുകൾ അടച്ചുപൂട്ടാനും ഹിജാബ് നിരോധിക്കാനും പോകുകയാണെന്ന അപവാദമാണ് എതിരാളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആരോപണങ്ങളിലെ ശരിതെറ്റുകൾ അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടതായി വരും. എന്നാൽ ഗിൽട്ട് ഉയർത്തിപ്പിടിക്കുന്ന കടുത്ത ദേശീയതാ നിലപാടുകളിലേക്ക് യൂറോപ്യൻ ക്രൈസ്തവ രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരെല്ലാം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇസ്ലാമിക തീവ്രവാദത്തെ അത്രയ്ക്ക് ലോകം വെറുത്തു എന്നതാണ് സത്യം.